ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ പലർക്കും ഓണത്തിൻ്റെ സമയത്താണ് നമുക്ക് സദ്യ കഴിക്കണമെന്ന് പലർക്കും ഓർമ്മ വരുന്നത് ആ ഒരു ഓണത്തിൻ്റെ സമയത്താണ്. സദ്യ കഴിച്ചാലോ എന്നുള്ളത്. സദ്യ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, സദ്യ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വീട്ടിൽ ഒരു 8 പേർക്കോ 8 10 പേര് നമുക്ക് വീട്ടിലൊരു കുഞ്ഞ് സദ്യ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സാധനങ്ങൾ, ഇതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ഞാൻ ഓരോന്നും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എന്തൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്, ഞാൻ ഉണ്ടാക്കിയ എല്ലാ ഐറ്റംസിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻസും, അതിന് വേണ്ടിയിട്ട് എത്ര സാധനങ്ങളാണ് ഞാൻ എടുത്തത്, എത്രയാണ് വാങ്ങിയതും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ പ്ലാൻ ചെയ്തിട്ട് വാങ്ങിയാൽ ഒരുപാടൊന്നും വേസ്റ്റ് ആകാതെ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം വാങ്ങിയിട്ട് കറക്റ്റ് നമുക്ക് പ്ലാനിങ്ങോടെ സദ്യ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് ആദ്യം കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങുന്നുണ്ട്. എന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയ, ഏതൊക്കെയെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. എന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും എന്തൊക്കെ ഐറ്റംസാണ് ഉണ്ടാക്കുന്നത്, അതും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോന്നും. അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈം ലൈൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒറ്റ റെസിപ്പി, ഏതെങ്കിലും ഒരു റെസിപ്പി മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണണമെന്നില്ല. ആ ഒരു ടൈം ലൈൻ നമ്മൾ മെൻഷൻ ചെയ്തെടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു റെസിപ്പിയിലോട്ട് തന്നെ ഡയറക്റ്റ് പോകും കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം. സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ആയിരിക്കാം പലരും ഉണ്ടാക്കുന്നത്. പല വീട്ടിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കും. കുറേ ഫാമിലിയൊക്കെ ഒന്നിച്ചൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കാം പ്ലാൻ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് സാധാ വീട്ടിൽ നമുക്ക് ഒരു കുഞ്ഞു ഫാമിലിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. പിന്നെ അതുപോലെ ഞാൻ മുമ്പും ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള ഐറ്റംസ്, നമ്മളിപ്പോൾ മുരിങ്ങക്കയാണെങ്കിൽ മുരിങ്ങക്ക വെച്ചിട്ട് നമുക്ക് സാമ്പാറിന് വേണം, അതുപോലെ തോരന് മുരിങ്ങക്ക വേണം, അങ്ങനെയൊക്കെ നമുക്ക് കുറേ ഇതിന് വേണ്ടി അതിനനുസരിച്ചാണ് ഞാൻ ഓരോന്ന് വാങ്ങിയിട്ടുള്ളത്. പിന്നെ അതുപോലെ വെണ്ടയ്ക്കയാണെങ്കിലും പിന്നെ ബീട്രൂട്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ബീട്രൂട്ട് വെച്ചിട്ടുള്ള കിച്ചടി, അങ്ങനെയൊക്കെ അതൊക്കെ എല്ലാത്തിനും അങ്ങനെ വേണം. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എന്തായാലും ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. ഇതിൽ ഞാൻ ആദ്യം കാണിക്കുന്നത് ഒരു അച്ചാർ തന്നെയാണ്, ബീട്രൂട്ട് വെച്ചിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 ചെറിയ ബീട്രൂട്ട് മതി കേട്ടോ. ഇപ്പോൾ ഞാൻ വലിയ ബീട്രൂട്ട് ആയതുകൊണ്ട് 2 മീഡിയം സൈസിലുള്ള ബീട്രൂട്ടാണ് വേണ്ടത്. ഇതിൽ നിന്ന് ഞാനിപ്പോൾ 1.5 മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. 2 ഫുള്ളായിട്ട് എടുക്കുന്നില്ല വലുതായതുകൊണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. 1.5 ബീട്രൂട്ടോളം. ഇതുപോലത്തെ വലിയ ബീട്രൂട്ട് ആണെങ്കിൽ 1.5 എടുത്താൽ മതി. മീഡിയം സൈസ് ആണെങ്കിൽ 2 എടുക്കുക കേട്ടോ. എന്നിട്ട് നേരെ പകുതി നമ്മൾ ഒരു സ്റ്റീമറിൻ്റെ തട്ടിലോട്ട് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ടല്ല, ഏകദേശം ഒരു പകുതി ഇട്ട് കൊടുത്താൽ മതി. ഇത് നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി പകുതി മാറ്റി വെക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതൊരു 15 മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈന്തപ്പഴമാണ്. 7 ഈന്തപ്പഴം ഒന്ന് കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 കപ്പ് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടാക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് പകുതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈന്തപ്പഴം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ ഈന്തപ്പഴം ഒരു 7-8 ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, അതുപോലെ 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചെറുതാണെങ്കിൽ 2 പച്ചമുളക്, വലുതാണെങ്കിൽ 1 എടുത്താലും മതി. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാകത്തിനുള്ള ഉപ്പ്. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കാം. അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ബീട്രൂട്ട് അച്ചാർ. ഇത്രയേ ഉള്ളൂ ഇത്. അപ്പോൾ ഡേറ്റ്സും അതുപോലെ ബീട്രൂട്ടും ക്യാരറ്റും എല്ലാം കൂടി വരുമ്പോൾ പറഞ്ഞൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. നമുക്ക് എപ്പോഴും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു ബീട്രൂട്ട് അച്ചാർ. നമുക്ക് സദ്യയുടെ സമയത്തൊക്കെ നമുക്ക് തലേന്നൊക്കെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് പുളിയിഞ്ചിയാണ്. അപ്പോൾ പുളിയിഞ്ചി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് ഇഞ്ചി വേണം. അപ്പോൾ ഇഞ്ചി എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി വാങ്ങിക്കാൻ നോക്കണം. ഈ ഒരു പുളിയിഞ്ചി ഉണ്ടാക്കിയെടുക്കാനായിട്ട് 150 ഗ്രാമാണ് വേണ്ടത്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഒരു 200 ഗ്രാമൊക്കെ വാങ്ങിച്ചാൽ ചിലതൊക്കെ ഇതിൽ 1-2 കേടായതൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ 200 ഗ്രാമൊക്കെ വാങ്ങിക്കുക. ഇതിലോട്ട് വേണ്ടത് 150 ഗ്രാമാണ് കേട്ടോ ഈ ഒരു പുളിയിഞ്ചി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ചെറുതായിട്ടല്ല കേട്ടോ, നല്ലോണം ചെറിയ രീതിയിലാണ് ചോപ്പ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഒന്ന് കഴുകിയെടുത്തിട്ട് ഞാനിപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പോരാട്ടോ. ഇതിപ്പോൾ മൊത്തത്തിൽ 1.5 കപ്പാണുള്ളത്. ഏകദേശം 1.5 കപ്പോളം ഇഞ്ചി വേണം കേട്ടോ ഇതുപോലെ ഒന്ന് അരിഞ്ഞത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ചെറിയ രീതിയിൽ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കത്തി വെച്ചിട്ട് എത്രത്തോളം ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ടോ അത്രയും ചെറുതാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഫുഡ് പ്രോസസ്സറിലാണ് ഞാനിതിപ്പോൾ ചോപ്പ് ചെയ്തെടുക്കുന്നത്. ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് നല്ലോണം ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നല്ലോണം പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുത്തിട്ട് നമ്മൾ അരി കഴുകുന്ന പോലെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഇത് വെള്ളം ചേർത്തിട്ട് ഇതൊരു 3-4 പ്രാവശ്യം നമ്മൾ അരിയൊക്കെ കഴുകുന്ന പോലെ കഴുകിയെടുക്കുക. പക്ഷെ നമ്മളിങ്ങനെ ഊറ്റിയെടുക്കുമ്പോൾ ഇതിലുള്ള പകുതിയും താഴെ പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രാവശ്യം വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും വെള്ളം ഒഴിക്കുക, വീണ്ടും കഴുകുക, സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളം കളഞ്ഞാൽ മതി. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളിത് കഴുകിയെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സെയിം പ്രൊസീജിയർ ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി. ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് സ്ട്രെയിനറിലിട്ടിട്ട് കുറച്ച് നേരം മാറ്റി വെക്കുക. അപ്പോൾ കംപ്ലീറ്റ് ഇതിലുള്ള വെള്ളം പോകാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് വെള്ളം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഇനി നമ്മൾ ചെയ്യുന്നത് വേണ്ടത് 2 നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ. 2 ഉണ്ട പുളി എടുത്തിട്ടുണ്ട് നാരങ്ങ വലിപ്പത്തിലുള്ളത്. അപ്പോൾ ഇതിലോട്ടിനി 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് കുതിരാനായിട്ട് ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ ചെറിയൊരു ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ഒരു അരമണിക്കൂറൊക്കെ മാറ്റി വെച്ചാൽ നല്ലതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇതിലുള്ള ചാറ് കംപ്ലീറ്റ് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഇനി നമ്മളിത് ഒരു അരിപ്പയിൽ അരിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ 1 കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു പുളി ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിലോട്ട് തന്നെ നമ്മൾ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി കുറച്ച് ചാറ് ഇതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ കിട്ടിക്കോളുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിലോട്ട് തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. നമ്മൾ ആദ്യം 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കുതിർത്ത് വെക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ വീണ്ടും 1 കപ്പ് വെള്ളം ചേർത്തിട്ട് മൊത്തത്തിൽ 1.5 കപ്പ് വെള്ളം നമുക്ക് ഇപ്പോൾ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റോളം ഇത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് അടുപ്പിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ വേറൊരു അടുപ്പിലോട്ട് മാറ്റിയിട്ട് ഇത് 10 മിനിറ്റ് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മളൊരു പാത്രം വെച്ചിട്ട് ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നേരത്തെ നമ്മൾ കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ, വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുള്ള ഇഞ്ചി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ സവാളയൊക്കെ ഒന്ന് പിസ്ത പരുവത്തിൽ ഫ്രൈ ചെയ്യുന്നില്ലേ, ആ ഒരു രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടണം. അതുവരെ ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് എണ്ണയിൽ തന്നെ നമുക്കിതുപോലെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ഇതിൽ നിന്നും കോരി മാറ്റാം കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് കോരി മാറ്റി ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിലുള്ള എണ്ണയൊക്കെ കംപ്ലീറ്റ് ഒന്ന് മാറ്റിയെടുത്താൽ മതി. കംപ്ലീറ്റ് എണ്ണയൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇനി നമ്മൾ ഈ ഒരു ബാലൻസ് ഉള്ള എണ്ണ നമ്മൾ കളയണ്ട കേട്ടോ. ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇതിലുള്ള കംപ്ലീറ്റ് എണ്ണയൊക്കെ പോയിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ഒരു ബാലൻസ് ഉള്ള എണ്ണ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ്. കുറച്ച് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കുറച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. അപ്പോൾ ഈ ഒരു പുളിവെള്ളം 10 മിനിറ്റോളം തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ ഇതിലോട്ട് ഇനി വേണ്ടത് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു തിളപ്പിച്ച പുളിവെള്ളമുണ്ടല്ലോ, അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഇഞ്ചി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി നിങ്ങൾ കുറച്ച് വലിയ പീസായിട്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലെൻഡറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അല്ലാത്ത വലിയ പീസായിട്ട് ഇഞ്ചി ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. നമുക്കത് കടിക്കാൻ കിട്ടുമ്പോൾ അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഇനി നമ്മളിതിലോട്ടൊരു ഇച്ചിരി 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരു 2 ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള 2 കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു 3 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. ഇതിപ്പോൾ ഇത്രയും മതി. ഒരു 3 മിനിറ്റോളം ഞാൻ നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായി. ഇനി നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് തിക്കായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് നേരം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചപ്പോൾ തന്നെ ഇതുപോലെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുളിയിഞ്ചിയാണ്. ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം കേട്ടോ. സംഭവം നല്ല അടിപൊളിയാണ്. അപ്പോൾ അതിനുള്ള ടിപ്പൊക്കെയാണ് ഞാനിതിൽ പറഞ്ഞത്. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. നന്നായിട്ട് ഇത് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ പുളിയിഞ്ചിയും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് തുവരപ്പരിപ്പാണ്, 200 ഗ്രാമാണ് 1 കപ്പ് തുവരപ്പരിപ്പ്. അപ്പോൾ ഇത് നല്ലോണം കഴുകി എടുത്തിട്ട് ഒരു 10 മിനിറ്റ് കുതിർത്ത് വെക്കുന്നെങ്കിൽ കുതിർത്ത് വെക്കാം. എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഉടയുന്ന പരുവത്തിൽ തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സെപ്പറേറ്റ് വേവിക്കാൻ വെക്കാം. പിന്നെ നമ്മൾ പച്ചക്കറി സെപ്പറേറ്റ് ആണ് വേവിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് 1/4 കപ്പ് പൊട്ടാറ്റോ, 1/4 കപ്പ് കുമ്പളങ്ങ, 1/4 കപ്പ് വെള്ള പംകിൻ, മത്തനെന്നും തോന്നുന്നു ശരിക്കും പറയുന്നത്, ഞങ്ങൾ ചെരങ്ങ എന്നാണ്. അതുപോലെ 1/4 കപ്പ് ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ. ഒരു 4 വെജിറ്റബിൾസ് ഇഷ്ടമുള്ള ഐറ്റംസ് എടുത്താൽ മതി. പിന്നെ പെട്ടെന്ന് വേകുന്ന വെജിറ്റബിൾ ഉണ്ടല്ലോ, പച്ചക്കറി, മുരിങ്ങക്ക, അതുപോലെ വെണ്ടക്ക. അപ്പോൾ ഇത് നമ്മൾ പിന്നെ അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 വേവ് വേകുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ അടഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവുള്ള ഐറ്റംസൊക്കെ ഇതിലോട്ട് ആദ്യം ചേർത്ത് കൊടുക്കാം ഓരോന്നും. ഇനി ഇതിലോട്ട് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. പിന്നെ പുളിവെള്ളം, അത്യാവശ്യം വലിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി തന്നെ കുതിർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുതിർത്ത് നല്ലോണം പിഴിഞ്ഞ് പുളിവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ലോണം ഒന്ന് വെന്ത് പോകും. അപ്പോൾ അങ്ങനെ വേവിക്കാതെ ഒരു 1/4 വേവാണ് ഇത് വേവിക്കേണ്ടത്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ഇനി 1-2 കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് പിന്നീട്. അപ്പോൾ പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ പച്ചക്കറി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സാമ്പാർ പൊടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂണ് മല്ലിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂണ് കടലപ്പരിപ്പ്, അതുപോലെ 1/4 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളകാണ്, അങ്ങനെ എരിവൊന്നുമില്ല. അപ്പോൾ ഒരു 5-6 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടാണ് കേട്ടോ ആദ്യം എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കുന്നത്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വറുത്തെടുക്കണം. ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. ഇത് ഏറ്റവും അവസാനം ഇതിലോട്ട് നമ്മൾ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഈ ഒരു സമയത്താണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടെ നമ്മൾ ചേർത്ത തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം.
ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു സാമ്പാർ അടിപൊളിയാണ്. ഞാൻ മുമ്പേ ചെയ്യാറുള്ള സാമ്പാറാണ്. ഒരുപാട് പേരുണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം കിട്ടിയ ഒരു സാമ്പാറാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം. റെഡിമെയ്ഡ് സാമ്പാർ പൊടിയേക്കാൾ ഇത് നമുക്ക് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ഇതുപോലെ നമ്മൾ വറുത്തെടുത്തിട്ട് മിക്സിയിൽ പൊടിച്ച് നമുക്ക് കുറേ നാൾ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഞാനിപ്പോൾ ഇത് വെള്ളം കൂട്ടിയിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് പച്ചക്കറിയൊക്കെ ഒന്ന് നോക്കാം. വേകാറായിട്ടുണ്ട് ഏകദേശം. ഇനി ഇത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വെള്ളം ചേർക്കാതെ വേണമെങ്കിൽ നന്നായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. നമുക്ക് കുറേ നാൾ നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റുന്നുണ്ട് കേട്ടോ. നല്ലൊരു കണ്ടെയ്നറിലാക്കി വെച്ചാൽ ഇപ്പം ഞാൻ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു വേവിച്ച പച്ചക്കറി ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു സാമ്പാറിലോട്ട് ഇത്രയും ആവശ്യമാണ്. നമ്മൾ പൊടിച്ച് വെക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് പൊടിച്ച് വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഇനി നമ്മൾ വേവിക്കാൻ വെച്ച ഈ ഒരു കൂട്ട് 3/4 വേവ് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 പച്ചക്കറിയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. 2 മുരിങ്ങയ്ക്കയും അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 1 കപ്പോളം വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മുരിങ്ങക്കയും വെണ്ടയ്ക്കയും വെന്തിട്ടുണ്ട്. പച്ചക്കറിയെല്ലാം പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. മുരിങ്ങക്ക വെണ്ടക്കൊക്കെ പെട്ടെന്ന് വേകുമല്ലോ. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരച്ച അരപ്പാണ്. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ പരിപ്പ് കാണിച്ചില്ല ആദ്യം. ആ പരിപ്പ് ഞാൻ നന്നായിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പരിപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട് പിന്നീട്. അപ്പോൾ ആദ്യം ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ പാകത്തിന് വെള്ളം കൂടെ ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലോണം തിളക്കണം. നന്നായിട്ട് തിളക്കുമ്പോഴാണ് നമ്മൾ ഇതിലോട്ട് ഇനി പരിപ്പ് വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ പരിപ്പ് നല്ല പാകത്തിന് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്, ഉടയുന്ന പരുവത്തിൽ തന്നെ. അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് തിളപ്പിച്ചെടുക്കുക. ഇനി ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് ഉപ്പ് നോക്കുക. അതുപോലെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ചെറിയൊരു കഷ്ണം ശർക്കരയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് തിളപ്പിച്ചെടുക്കുക. നല്ലോണം വെട്ടി തിളക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് വെട്ടി തിളക്കുന്നവരെ ഇത് തിളപ്പിച്ചെടുക്കുക. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. വേവിക്കുമ്പോഴും പച്ചക്കറിയൊക്കെ വേവിക്കുമ്പോൾ ഞാൻ വറവിടുമ്പോഴാണ് ഇപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. വേവിക്കുമ്പോഴും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വറവിടാനായിട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചൂടായി വന്നപ്പോൾ കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 വറ്റൽമുളക്, അതുപോലെ ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ ഇതാ ഒരു ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഇതായി വരുമ്പോൾ നമുക്കിനി സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാറാണ്. നമുക്ക് സദ്യയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് സാമ്പാറാണ്. നമ്മൾ ഒഴിച്ചു കൂട്ടുന്ന കറിയാണ് കൂടുതൽ വേണ്ടത്. പിന്നെ സൈഡ് ഡിഷൊക്കെ ഒരുപാട് ഉണ്ടാകുമ്പോൾ കുറച്ച് മതി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്രയും ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിന് മാറ്റി വെക്കാം. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു രസമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വലിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ കൈ കൊണ്ട് നല്ലോണം ക്രഷ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഈ ഒരു ചോപ്പറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ നല്ലോണം പൊടിച്ചെടുക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ട് ഒരു 7 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നന്നായിട്ട് വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെഷർമെൻറ്റ് കപ്പിൽ തന്നെ 3.5 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ ഇതൊരു 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു കായപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പുളിവെള്ളം, ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക.
ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു 3 മിനിറ്റോളം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു 3 മിനിറ്റ് വരെ തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതൊരു 3 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ വേറെ അടുപ്പിലോട്ട് മാറ്റിയിട്ട് ഇതിപ്പോൾ വറവിടുന്നുണ്ട്. അപ്പോൾ ഒരു പാത്രം ചൂടാകുമ്പോൾ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ ഒരു 2 വറ്റൽമുളക് എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിച്ച് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള തക്കാളി വെച്ചിട്ടുള്ള ഒരു രസമാണ്, എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ തക്കാളി രസം കൂടെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു തോരനാണ്, ഒരു മിക്സഡ് തോരനാണ്. അപ്പോൾ അതായത് ഇതിന് വേണ്ടിയിട്ട് 2 ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ 10 ബീൻസ്, പിന്നെ 250 ഗ്രാമോളം ക്യാബേജ് എല്ലാം കൂടെ നല്ലോണം ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. അതുപോലെ കഴുകിയെടുത്ത ശേഷം നല്ലോണം വെള്ളം വാർന്നെടുക്കണം. കുറച്ച് നേരം അരിപ്പയിലൊക്കെ ഇട്ട് വെച്ചിട്ട് വെള്ളം നല്ലോണം കംപ്ലീറ്റ് വാർന്നെടുക്കുക. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് ഒരു ഇച്ചിരി എണ്ണ ചേർത്ത് കൊടുക്കുക. ചൂടായി വരുമ്പോഴേക്കും ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു സവാളയാണ്, നല്ലൊരു വലിയൊരു സവാള തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇത് വഴന്ന ശേഷം നമ്മൾ ഇതിലോട്ട് ഇനി വെജിറ്റബിൾസ് ചേർത്തിട്ട് നമ്മൾ എണ്ണയിൽ തന്നെയാണ് വഴറ്റി കൊടുത്തിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്, വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പച്ചക്കറി എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കും തോറും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ കളറൊക്കെ മാറി വരുമ്പോൾ ഇതിലോട്ട് 1-2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആ ഒരു അളവിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് പിന്നീട് ഇത് തോരനില്ല, അപ്പോൾ പിന്നീട് ഉപ്പ് ചേർക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് നേരം വേകാനുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ ഒരു തേങ്ങ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിൽ 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്തിട്ട് ആദ്യം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. കളറ് മാറേണ്ട ഈ ഒരു സമയത്ത് ഇതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ, ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറിക്കിട്ടിയാൽ മതി, ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് വറുത്തെടുക്കുക. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചേർത്ത ആ ഒരു അത്ര തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, പിന്നെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ഒരു ഗോൾഡൻ കളറൊക്കെ ആകുന്ന രീതിയിൽ ഒന്ന് വറുത്തെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ അതായത് ഇത്രയും മതി, നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ നമ്മൾ വേവിക്കാൻ വെച്ച ഈ ഒരു കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന്. അതുപോലെ ഇതിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, ക്യാബേജിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഞാനിപ്പോൾ വെള്ളമൊക്കെ നല്ലോണം ഊറ്റിയെടുത്തിട്ട് തന്നെ നമ്മൾ കുറേ നേരം വാർന്നെടുത്തിട്ട് തന്നെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും ഇതിലിപ്പോൾ അങ്ങനെ ഇറങ്ങി വന്നിട്ടൊന്നുമില്ല, നല്ല പാകത്തിന് വെന്തിട്ടുമുണ്ട്. ഇനി നമ്മൾ വറുത്ത തേങ്ങ ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മളിത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക, ഈ ഒരു തേങ്ങയും കൂടെ വേകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും മതി, ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വറവിടാം. അപ്പോൾ വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. എല്ലാത്തിനും ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് കടുക് ഇട്ടിട്ട് ആദ്യം പൊട്ടിച്ചെടുക്കുക. പിന്നെ ഒരിച്ചിരി ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് പരിപ്പും കൂടെ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ തോരനും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള തോരനാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ.
അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ മാറ്റി വെക്കാൻ മൂടി വെച്ചിട്ട് ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് അവിയലാണ്. അപ്പോൾ ഇതാ അവിയൽ ഉണ്ടാക്കാനായിട്ട് പച്ചക്കറിയൊക്കെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പച്ചക്കറിയൊക്കെ 15 പീസ് എന്ന രീതിയിലാണ് കേട്ടോ. ഇപ്പോൾ ക്യാരറ്റ്, പൊട്ടാറ്റോ, അതുപോലെ കുമ്പളങ്ങ, വൈറ്റ് പംകിന്, ബീൻസ്, പിന്നെ മുരിങ്ങക്ക മാത്രം 2 എണ്ണം എടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ 15 പീസ് എന്ന രീതിയിൽ കട്ട് ചെയ്തത് എടുത്താൽ മതി. 15 പീസാണ് നീളത്തിൽ ഇതുപോലെ ഓരോന്നും എടുത്തിട്ടുള്ളത് കേട്ടോ. ഇഷ്ടമുള്ള വെജിറ്റബിൾ എടുക്കാം. പിന്നെ അതാ കോവക്ക, അതുപോലെ ചേന, പച്ചക്കായ, പിന്നെ ഒരു വലിയൊരു തക്കാളിയും കൂടെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചക്കറി അരിയുമ്പോൾ എല്ലാം കൂടെ ഒരേ കനത്തിൽ അരിയാൻ നോക്കുക, അല്ലെങ്കിൽ ചിലത് വേഗില്ല. ഇനി ഇതാ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, അതുപോലെ ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലോട്ട് 1/4 കപ്പ് ഏകദേശം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡറിലോട്ട് 1 കപ്പ് ചിരകിയ തേങ്ങയാണ് വേണ്ടത്. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 6 ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള 6 ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ക്യൂമിൻ. അതുപോലെ ഒരു ഇച്ചിരി കറിവേപ്പില ചേർത്ത് കൊടുക്കുക, 1-2 തണ്ട്. പിന്നെ ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വെള്ളം ചേർക്കാതെ വേണം ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ പാകത്തിന് ക്രഷായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചേർത്ത ചെറിയ ഉള്ളി, അതുപോലെ പച്ചമുളക് എല്ലാം കൂടെ ക്രഷായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ വേവിക്കാൻ വെച്ച ഈ ഒരു പച്ചക്കറി ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിന്. ഇതിപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്, കംപ്ലീറ്റ് വറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിലോട്ടിനി ക്രഷ് ചെയ്ത തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പച്ചക്കറി ഉടയാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ ഓവറായിട്ട് വേവിച്ചെടുക്കരുത്, അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകും. പാകത്തിനുള്ള വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ സാവധാനം മിക്സ് ചെയ്തിട്ട് പച്ചക്കറി പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒരു ഇച്ചിരി കറിവേപ്പില തൂക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക, ഒന്ന് തൂക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ കണ്ടില്ല, നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. പച്ചക്കറിയൊന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, പാകത്തിന് വെന്തിട്ടുമുണ്ട്, വെള്ളം കംപ്ലീറ്റ് വറ്റിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു അവിയലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഓലനാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തത്. അതുപോലെ 2 കപ്പോളം വൈറ്റ് പംകിനും കൂടെ എടുത്തിട്ടുണ്ട്, വെള്ളച്ചിരങ്ങ. പിന്നെ ഒരു 10 ബീൻസും കൂടെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10 എണ്ണം ബീൻസ് എടുത്താൽ മതി. പിന്നെ അത് 1/2 കപ്പോളം ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു 3 പച്ചമുളക് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ചതച്ചിട്ടാണ് നമ്മൾ ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്, ഈ ഒരു രീതിയിൽ. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 1/4 വേവ് വേവിച്ചെടുക്കുക കേട്ടോ ആദ്യം. എന്നിട്ട് ഇതിലോട്ട് 1-2 കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. പിന്നെ പച്ചമുളക് ഒരു മീഡിയം സൈസിലുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി. ഇതിപ്പോൾ ഒരു 1/4 വേവ് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച പയർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പിനേക്കാളും ഒരിച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ച പയറാണ്. അപ്പോൾ ഈ ഒരു വെള്ളപ്പയറല്ല, വൻപയറാണ് വേണ്ടത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഇത് ചേർത്തന്നേ ഉള്ളൂ. ഇനി ഇതിലോട്ട് 2 പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പോളം 2 പാൽ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ കംപ്ലീറ്റ് വെന്തിട്ടില്ല, ഒരു 1/4 വേവാണ് പച്ചക്കറിയൊക്കെ വെന്തിട്ടുള്ളത്. പിന്നെ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് ഇനി ഒരിച്ചിരി 1-ാം പാലും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. പച്ചക്കറിയൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഏകദേശം ഒരു 1/4 കപ്പോളം 1-ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തിക്ക് പാൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ചെറുതായിട്ട് തിളക്കുമ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓലനാണിത്. ഇത് നമ്മൾ ഫ്ലെയിം ഓഫ്
ഓഫ് ചെയ്തിട്ട് ചൂടാറി കഴിയുമ്പോൾ ഒരു കുറുകിയ രീതിയിൽ കിട്ടും. ഇത് ആ ഒരു രീതിയിൽ തിക്കായിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഓലനും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് പായസമാണ്, പരിപ്പ് പ്രഥമനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്, പായസം ഉണ്ടാക്കുന്ന കടലപ്പരിപ്പ്. ഇനി നമ്മളിത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ആദ്യം, എന്നിട്ടൊരു 15-20 മിനിറ്റോളം ഒന്ന് കുതിർത്ത് വെക്കുക. അപ്പോൾ കുതിർത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പാകത്തിന് വെള്ളവും ഒരിച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതുപോലെ വെന്ത് വടയുന്ന പരുവത്തിൽ തന്നെ വേവിച്ചെടുക്കുക. ഒരു 3-4 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അത് വെള്ളം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം വറ്റിച്ചെടുക്കുക. ഇതിലിപ്പോൾ വെള്ളമൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ ഒരിച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1-2 ടേബിൾ സ്പൂണ്. എന്നിട്ട് നമ്മൾ വേവിച്ച കടലപ്പരിപ്പ് ഇതിലോട്ട് ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു കടലപ്പരിപ്പിൻ്റെ പച്ചമണക്കം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു നെയ്യിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതാണ് കടലപ്പരിപ്പ് വേവിക്കുമ്പോൾ വെള്ളമുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം വറ്റിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാനൊരു ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇത് ഒന്ന് നെയ്യിലൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ, തീരെ വെള്ളം ഉണ്ടായിരുന്നില്ലല്ലോ, വെള്ളം വറ്റിയിട്ടാണ് ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 കിലോ ശർക്കര 1 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ് കേട്ടോ. 1/2 കിലോ ശർക്കര വേണം ഇതിലോട്ട് പാകത്തിന്. 1 കപ്പ് വെള്ളം ചേർത്തിട്ട് എന്നിട്ട് ഉരുക്കിയെടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിലോട്ട് 2ാം പാല് ചേർത്ത് കൊടുക്കുക. 2.5 കപ്പ് 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1ാം പാൽ ഏറ്റവും അവസാനമാണ്. 2ാം പാല് 2.5 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റോളം ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിന്. അതുപോലെ ഒരു ഇച്ചിരി ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലോട്ട് ഇനി 1-2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിപ്പോൾ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി 1.5 കപ്പ് 1ാം പാല് തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാൽ 1.5 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കണ്ട. ഇതിപ്പോൾ ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട്, ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട് അതിന്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ചൂടാറി കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ തിക്കാകും. അപ്പോൾ അത് അണ്ടിപ്പരിപ്പും കിസ്മിസും ഞാൻ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പരിപ്പ് പ്രഥമനാണ്. അപ്പോൾ സദ്യയുടെ കൂടെ നമ്മൾ പായസം കഴിക്കുന്ന ചെറിയ ഗ്ലാസ് അല്ലേ, അപ്പോൾ ആ ഒരു ചെറിയ ഗ്ലാസ്സിൽ നമുക്കിതൊരു 10 പേർക്ക് 8-10 പേർക്കൊക്കെ കഴിക്കാനുള്ള അളവാണ് കേട്ടോ ഇത്. ഇനി ഒരു പായസം കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പപ്പായ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പോളം പപ്പായ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പപ്പായ ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് 2 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇളനീര് വെച്ചിട്ടും സെയിം ചെയ്യാം. ഇനി നമുക്കിത് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ പപ്പായ ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഒരു 2-3 ടേബിൾ സ്പൂൺ നമ്മൾ റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പപ്പായയുടെ പച്ചച്ചുവ മാറാൻ വേണ്ടിയിട്ടാണ്. ഇളനീരിന് ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ ഒന്ന് നെയ്യൊന്നും ചേർക്കാതെ റോസ്റ്റ് ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പാണ്. ഇനി ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പിൻ്റെ അടുത്ത് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ബ്ലെൻഡ് ചെയ്യാൻ പാകത്തിന് പാല് ചേർത്ത് കൊടുത്താൽ മതി. 1/4 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല തിക്കായിട്ട് തന്നെ. ഇനി നമ്മളൊരു പാത്രം ചൂടാകുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുക. 1-2 ടേബിൾ സ്പൂണ്. ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് നമ്മൾ അരച്ച ഈ ഒരു പപ്പായ പേസ്റ്റ് ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പപ്പായ ആയതുകൊണ്ട് ഒരു 10-15 മിനിറ്റോളം ഇതുപോലെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ പപ്പായയുടെ ഒരു പച്ചച്ചുവ നന്നായിട്ട് മാറിക്കിട്ടും. നല്ല ഒരു ടേസ്റ്റ് ആവും നമ്മളിതുപോലെ ചെയ്തെടുക്കുമ്പോൾ. കളറൊക്കെ ഒന്ന് മാറി വരും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ. പപ്പായ വെന്ത് ഒരു കളറൊക്കെ ഒന്ന് വേറെ ഈ ഒരു കളറായി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്ന സാദാ പശുവിൻ പാലാണ്. നമ്മൾ നേരത്തെ 1 കപ്പ് പാല് അരക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഈ ഒരു സമയത്ത് 3 കപ്പോളം ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ 1 ലിറ്റർ പാലാണ് വേണ്ടത്. അപ്പോൾ അതിൽ നിന്നും 1 കപ്പ് എടുത്തിട്ടുണ്ട്. 3 കപ്പ് നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലോട്ട് അര ടിന്ന് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര പാകത്തിന് ചേർത്ത് കൊടുക്കുക. അരക്കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. മധുരത്തിനനുസരിച്ച് ഞാൻ 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല, ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരിച്ചിരി ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും അതുപോലെ കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പപ്പായ വെച്ചിട്ടുള്ള ഒരു പായസമാണ്. ഇളനീര് വെച്ചിട്ടും സെയിം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പായസം കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് പൈനാപ്പിൾ വെച്ചിട്ടുള്ള പുളിശ്ശേരിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള പൈനാപ്പിളാണ്, ഏകദേശം 1 കിലോ വരുന്ന പൈനാപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പൈനാപ്പിൾ എടുക്കുമ്പോൾ പഴുത്ത പൈനാപ്പിൾ എടുക്കരുത് പുളിശ്ശേരിക്ക്. ഒരു പഴുക്കാൻ തുടങ്ങുന്ന പൈനാപ്പിൾ ഇല്ലേ, അങ്ങനെയുള്ള പൈനാപ്പിളാണ് വേണ്ടത്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ പുളിയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും നല്ലോണം പഴുത്ത പൈനാപ്പിൾ എടുക്കരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാൻ വെക്കാം. ഇനി ഇതിലേക്കുള്ള ഒരു അരപ്പ് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ചെറിയ പച്ചമുളകാണെങ്കിൽ മാത്രം, വലുതാണെങ്കിൽ 2-3 ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, അതുപോലെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ്. അപ്പോൾ 1.5 കപ്പ് തൈരാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു പാക്കറ്റ് എന്ന് പറയുമ്പോൾ 2 കപ്പാണ്, 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ്. 1.5 കപ്പ് തൈര് ചേർത്തിട്ട് ഇതുപോലെ ഇതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച പൈനാപ്പിൾ ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് അതിന്. അപ്പോൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. വെന്ത് ഉടയണ്ട, പക്ഷെ പാകത്തിനുള്ള വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്ന അരച്ച അരപ്പാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് വെള്ളവും കൂടെ ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കണ്ട. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് മുന്നേ ഇതിലോട്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആദ്യം വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ട് അതിന്. അപ്പോൾ നോക്കിയിട്ട് ഒരു ഇച്ചിരി ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ പഞ്ചസാര ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളക്കുമ്പോൾ നമ്മളിതിലോട്ടിനി തൈര് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. എന്നിട്ട് ഇതിലോട്ട് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഉടച്ച് വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുക. ഇനി തൈര് ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കണ്ട, ചെറിയൊരു ചൂടായാൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും, ചെറുതായിട്ട് തിള വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിപ്പോൾ ഇത്രയും മതി, പാകത്തിനായിട്ടുണ്ട്. ചെറിയൊരു ചൂട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് വറവിടാനായിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരിച്ചിരി കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അതുപോലെ ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറവായിട്ട് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വറ്റൽമുളക് ഒരു 2 വറ്റൽമുളക്, അതുപോലെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ പൈനാപ്പിൾ വെച്ചിട്ടുള്ള പുളിശ്ശേരിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും മാറ്റി വെക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു പുളിശ്ശേരി പൈനാപ്പിൾ വെച്ചിട്ട്. എന്തായാലും നമുക്ക് എപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്, സദ്യയുടെ കൂടെ മാത്രമല്ല. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് വെണ്ടക്ക വെച്ചിട്ടുള്ള കിച്ചടിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏകദേശം 200 ഗ്രാം അല്ലെങ്കിൽ ഒരു 250 ഗ്രാം വരെ വെണ്ടക്ക എടുക്കാം. എന്നിട്ട് നല്ലോണം കഴുകി എടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 10-15 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാൻ ചൂടാകുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കുക. ഇത് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെണ്ടക്ക ചേർത്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് മൊരിച്ചെടുക്കണം. പിന്നെ വെണ്ടക്ക നമ്മൾ കഴുകി എടുക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നെടുക്കണം, വെള്ളത്തോടെ എടുക്കരുത്. അപ്പോൾ ഇതുപോലെ
ഇളക്കി കൊടുത്തിട്ട് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് മൊരിയിച്ചെടുക്കുക, ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൽ നിന്നും മാറ്റി വെക്കുക കേട്ടോ. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതൊരു സ്ട്രെയിനറിലിട്ടിട്ട് എണ്ണയൊക്കെ ഒന്ന് കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ അവസാനമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേണ്ടത് ഒരു ബ്ലെൻഡറിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3/4 കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കിച്ചടി ഉണ്ടാക്കുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കലുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് കടുക്. പിന്നെ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, വെള്ള കളറിലാണ് കിച്ചടി ഉണ്ടാക്കുന്നത്. പിന്നെ അതാ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തൈരാണ്. ഒരു പാക്കറ്റ്, 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് തൈരാണ് വേണ്ടത്. അപ്പോൾ അരക്കാൻ പാകത്തിന് ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് പിന്നീട് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ഒരു പാക്കറ്റ് തൈരാണ് കേട്ടോ വേണ്ട. അപ്പോൾ ബാക്കിയുള്ളത് ഈ ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കട്ടയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. 2 കപ്പ് തൈരാണ് ഒരു പാക്കറ്റ്. ഇനി ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന നേരത്തെ അരച്ച അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിന്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ഏറ്റവും അവസാനമാണ് വെണ്ടക്ക വറുത്തത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്കിതിലോട്ട് ഇനി വറവിടാം. അപ്പോൾ കറിയൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വറവിടാനായിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ഒരിച്ചിരി എണ്ണ ചേർത്ത് കൊടുക്കുക. ചൂടായി വരുമ്പോഴേക്കും കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ ഒരു 2 വറ്റൽമുളക്, 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് കിച്ചടിയിലോട്ട് കറിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏറ്റവും അവസാനം നമ്മൾ ഇത് സെർവ് ചെയ്യാൻ നേരത്ത് മുകളിലോട്ടാണ് നമ്മൾ വെണ്ടക്ക വറുത്തത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെണ്ടക്ക വറുത്തതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വെണ്ടക്ക കിച്ചടി. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഇതുപോലെ കിച്ചടിയും പച്ചടിയും ഒക്കെ വ്യത്യാസമുണ്ട് ഉണ്ടാക്കുന്ന രീതിയിൽ. ഇനി വറുത്ത് വെച്ച ഈ ഒരു വെണ്ടക്ക ഞാൻ ഏകദേശം ഒരു കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് 3/4 ഭാഗവും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് മാത്രം നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാനെന്ന രീതിയിൽ ഞാൻ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മുകളിലോട്ടൊന്ന് വിതറി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വെണ്ടക്ക കിച്ചടിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്കിനി മാറ്റി വെക്കാം. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ബീട്രൂട്ട് വെച്ചിട്ടുള്ള പച്ചടിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 ബീട്രൂട്ട്, മീഡിയം സൈസിലുള്ള 2 ബീട്രൂട്ട് തൊലി കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും അതുപോലെ പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്കിത് വേകുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള ഒരു അരപ്പ് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലോട്ട് 1 കപ്പ് ചിരകിയ തേങ്ങ ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരിച്ചിരി കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഓപ്ഷണലാണ്. പച്ചടിക്ക് കടുക് ചേർക്കുന്ന കുറവാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് ചേർക്കാൻ, ഒരിച്ചിരി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചടിക്ക്. ഒരു 1/4 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ബീട്രൂട്ട് നന്നായി വെന്തിട്ടുണ്ട്. ഒരു 2 വിസിൽ വരുന്നവരൊക്കെ വേവിച്ചെടുത്താൽ മതി, 2-3 വിസിൽ. ഇതിപ്പോൾ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. ഇനി നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്, ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഫൈൻ പേസ്റ്റായിട്ടല്ല, ഒരു തരിത്തരിപ്പോടെയാണ് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ 2 ബാച്ചായിട്ട് ബ്ലെൻഡറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ഇടുമ്പോൾ ചിലപ്പോൾ എല്ലാം ഒന്ന് ബ്ലെൻഡായി കിട്ടണമെന്നില്ല, ക്രഷായി കിട്ടണമെന്നില്ല. അപ്പോൾ 2 ബാച്ചായിട്ട് കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വേണമെങ്കിൽ മാത്രം ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുക, ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട്. ഇപ്പോൾ വേണമെങ്കിൽ മാത്രം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിക്കായിട്ടുള്ള കറിയാണ്. നമ്മളിത് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊട്ടി പുറത്തോട്ടൊക്കെ ഇങ്ങനെ തെറിക്കും. ഇത് തിളച്ച് വരും തോറും മൂടി വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഫ്ലെയിം കുറക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലോട്ട് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു വിസ്ക് വെച്ചിട്ട് നമ്മൾ നേരത്തൊക്കെ ഇങ്ങനെ ഉടച്ചെടുത്ത പോലെ ഒന്ന് ഉടച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കട്ടയൊക്കെ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി, ഇനി തിളപ്പിച്ചെടുക്കണ്ട. ഫ്ലെയിം കുറച്ചിട്ട് തന്നെ വെക്കുക. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഇത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടായി വന്നിട്ടുണ്ട്, ചെറുതായിട്ട് തിള വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇനി ഇതിലോട്ട് നമ്മൾ വറവിടാനായിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക, അതുപോലെ വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും കൂടെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ ഒക്കെ വറവിട്ടില്ല ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് വറവിട്ടാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത. അപ്പോൾ സെയിമാണ് നമ്മൾ വറവിടുന്നത്. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ബീട്രൂട്ട് വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പച്ചടിയാണ്. അപ്പോൾ ഇതും നമുക്കിനി മാറ്റി വെക്കാം. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് പഴം ശർക്കര വരട്ടിയതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3 പച്ചക്കായ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പച്ചക്കായ തന്നെ വേണം ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യം തൊലി കളയാനായിട്ട് അറ്റത്ത് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം നടുക്ക് ഇതുപോലെ കത്തി കൊണ്ടൊന്ന് കീറിക്കൊടുക്കുക. എന്നിട്ടിങ്ങനെ അടർത്തി വേണം ഇതിൻ്റെ തൊലി മാറ്റാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തൊലി മാറ്റി കൊടുക്കുക ആദ്യം. എന്നിട്ടിത് നല്ലോണം ചെറുതായിട്ട് എല്ലാം ഒരേ കനത്തിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ പച്ചക്കായയും ഈ ഒരു രീതിയിൽ 4ആയിട്ട് കട്ട് ചെയ്ത ശേഷം ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഒരു ബൗളിലോട്ടാക്കിയിട്ട് കുറച്ച് സാദാ വെള്ളം, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുക. ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെള്ളം ഒന്ന് ഊറ്റിയെടുക്കുക. ഒരു അരിപ്പയിലിട്ടിട്ട് കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് വെള്ളം കംപ്ലീറ്റ് ഊറ്റിയെടുക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എണ്ണ ചേർത്ത് കൊടുക്കുക. ചൂടായി വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കഴുകി വെച്ചിട്ടുള്ള പച്ചക്കായ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളം കംപ്ലീറ്റ് ഊറ്റിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ ഒരു അരിപ്പയിലൊക്കെ ഇട്ടിട്ട് വെള്ളമുണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇനി ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ ഒരു ക്രിസ്പി പരുവത്തിൽ കിട്ടുന്ന പോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ചിപ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു രീതിയിൽ നല്ലോണം ഡ്രൈ സ്നാക്കായിട്ടല്ല, ആ ഒരു രീതിയിൽ തന്നെ ഒരു ക്രിസ്പി പരുവത്തിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇത് കുറച്ച് നല്ല കനത്തിലല്ലേ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള, സ്ലൈസ് അല്ലല്ലോ. അപ്പോൾ ഇത് ഫ്രൈ ആയി കിട്ടാൻ ഒരു ഇച്ചിരി സമയമെടുക്കും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലിട്ട് വെക്കുക, എണ്ണയൊക്കെ കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് കുറച്ച് ശർക്കര പാനി വേണം. ഞാനിപ്പോൾ ശർക്കര പാനി ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് 100 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് ഒരു നൂൽ പരുവമാകുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ പഞ്ചസാരയൊക്കെ ഒരു നൂൽ പരുവമാക്കുന്നില്ല, ആ ഒരു രീതിയിൽ ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഇത് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു നൂൽ പരുവമായിട്ട് കിട്ടും. നമ്മളിങ്ങനെ ഒട്ടിച്ച് നോക്കുമ്പോൾ അപ്പോൾ ഈ ഒരു പരുവാണ് വേണ്ടത്. ഇനി ഇതിലോട്ട് ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. ഇനി ഇത് കംപ്ലീറ്റ് ഒന്ന് ഡ്രൈ ആവണം. ശർക്കര പാനിയൊക്കെ ഇതിലോട്ട് കംപ്ലീറ്റ് പിടിക്കണം, ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കുറച്ച് നേരം. ഇനി ഇത് കുറച്ചൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഇതിലോട്ട് 1-2 കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരിച്ചിരി ചുക്കുപൊടിയും കൂടെ, ഒരു നുള്ള് ചുക്കുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഏറ്റവും അവസാനമായിട്ട് ഇതുപോലെ ഡ്രൈ ആയി വരുമ്പോഴാണ് കേട്ടോ നമ്മൾ ഏലക്കാപ്പൊടി ചുക്കുപൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ 1-2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ചതല്ല, ഫുള്ളായിട്ടുള്ള പഞ്ചസാര തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പഴം വരട്ടിയതാണ്. ഇത് നമുക്ക് മുമ്പേ തന്നെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. കുറേ നാൾ സ്റ്റോർ ചെയ്യാം, ഇത് കേടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പഴം വരട്ടിയത് ഉണ്ടാക്കിയെടുക്കുന്നത്. ചൂടാറിയ ശേഷം നല്ലൊരു പാത്രത്തിലോട്ട്, നല്ലൊരു കണ്ടെയ്നറിലോട്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് സംഭാരമാണ്. അപ്പോൾ ഞാൻ കുറച്ച് മോരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ടൊരു ചെറിയ കഷ്ണം ക്രഷ് ചെയ്ത ഇഞ്ചി, അതുപോലെ 1-2 പച്ചമുളകും കൂടെ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു ഇച്ചിരി മല്ലിയിൽ അരിഞ്ഞതും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ മോരില്ലാന്നുണ്ടെങ്കിൽ, നമ്മൾ മോര് വീട്ടിലുണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തൈരിലോട്ട് വെള്ളം ചേർത്തിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു രീതിയിൽ സംഭാരം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സംഭാരം കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനം ചെയ്തെടുക്കുന്നത് പപ്പടം പൊരിക്കണം. പപ്പടം പൊരിച്ചാൽ സദ്യക്കുള്ള ഒരുവിധം കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സദ്യയാണ് ഞാനിവിടെ കാണിച്ച. നല്ല അടിപൊളി സദ്യയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ കുറച്ച് പേര് മാത്രം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടാക്കി വേസ്റ്റാക്കാത്ത ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് തികച്ചും യൂസ്ഫുൾ ആവും. അപ്പോൾ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.